ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ, അതായത് ഒരു ബ്ലാക്ക് മെറ്റീരിയലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ വീനെക്ക് പോലെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാറ്റേൺ. നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ദാ നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് ദാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. കണ്ടോ? എന്നിട്ട് അതിൽ നമ്മൾ രണ്ട് സൈഡിലായിട്ടും ലീഫാണ് വരച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടാണ് ലീഫ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലീഫ് വരച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അടുപ്പിച്ച് തന്നെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഷേപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ലീഫ് വരച്ചെടുക്കണം. സിമ്പിളല്ലേ? അപ്പോൾ അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മളൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ റൗണ്ടാണ് കേട്ടോ വരച്ചു കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു ഡിസൈൻ വരച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ ഒരു വല സൈഡിലായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഡോട്ട് ഇട്ട് കൊടുക്കുക, ഒരു റൗണ്ട് വരച്ചു കൊടുക്കുക. കണ്ടോ? ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ട് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വരച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സൈഡിലായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം എന്ന് പറയുമ്പോൾ താഴത്തേക്ക് നമ്മുടെ യോക്ക് പോർഷൻ്റെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതുപോലെ, അതായത് ഈ ഒരു ഡിസൈൻ്റെ താഴത്തേക്ക് യോക്ക് പോർഷൻ വരെ നമ്മളിതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇതിപ്പോൾ അനാർക്കലിയിലൊക്കെ ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ അമ്പർല കട്ടിലും ഏലയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ അതാ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം ഡോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവറിൻ്റെ കട്ട് ബീഡ്സ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിൽവറിൻ്റെ ചെറിയ കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സിൽവർ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് ആണ്. അപ്പോൾ ഷുഗർ ബീഡ്സ് ഞാനിവിടെ ഗോൾഡൻ്റെ ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആൻറ്റിക്കിൻ്റെ വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് എടുക്കാവുന്നതാണ്. മൾട്ടിപ്പിൾ ഷുഗർ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതാ ഈ ഒരു ചുവപ്പ് കളറിലുള്ള കട്ട് ബീഡ്സ് വേണം. ഈ ഒരു 3 ബീഡ്സും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാക്ക് കളർ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ നമ്മളിതുപോലെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഈ ഡിസൈൻ്റെ ബേസായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഷുഗർ ബീഡ്സും ഇതാണ് വെച്ച് പോകുന്നത് സെൻറ്ററിലായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 3 കട്ട് ബീഡ്സ് വെച്ചതിന് ശേഷം മൂന്നാമത്തെ കട്ട് ബീഡ്സിൻ്റെ അകത്ത് കൂടി ഇതുപോലെ സൂചി എടുത്തിട്ട് നമ്മളിങ്ങനെ വീണ്ടും ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ, കട്ട് ബീഡ്സ് അല്ല കേട്ടോ, ഷുഗർ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ?
ഒരു സെൻറ്ററിലായിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 2 സൈഡിലായിട്ട് ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്കിതുപോലെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ട് ലീഫ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 3 കട്ട് ബീഡ്സ് വീതം ചരിച്ച് വെച്ച് കൊടുക്കില്ലേ, ആ ഒരു ലീഫാണ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മൾ ചെറിയ കട്ട് ബീഡ്സ്, സിൽവറിൻ്റെ ചെറിയ കട്ട് ബീഡ്സ് എടുത്തിരിക്കുന്നതുകൊണ്ട് 4 കട്ട് ബീഡ്സ് വേണം 3 തവണ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഷുഗർ ബീഡ്സും അങ്ങനെ തന്നെ ചെറുതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 ഷുഗർ ബീഡ്സ് വീതമാണ് ഇങ്ങനെ ചരിച്ച് 3 തവണ വെച്ച് കൊടുക്കുന്നത്. കട്ട് ബീഡ്സ് നമ്മൾ ചുമപ്പ് എടുത്തിരിക്കുന്നത് നമുക്ക് 3 എണ്ണം തന്നെ മതി, കാരണം അത്യാവശ്യം ഇത്തിരി വലുതല്ലേ. അപ്പോൾ നമുക്ക് ചുവപ്പ് കട്ട് ബീഡ്സ് 3 എണ്ണം മാത്രം മതി കേട്ടോ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 എണ്ണം വെച്ച് 3 തവണ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് അടുപ്പിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടാണ് വരച്ചു കൊടുത്തത്. നിങ്ങൾ വരച്ചു കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് അടുപ്പിച്ച് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പ് അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചുറ്റിനും ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്കിതുപോലെ സെൻറ്ററിലായിട്ട് ഒരു ഷുഗർ ബീഡ് വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റിനും ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴത്തേക്ക് ഡോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ അവിടെയായിട്ട് ഓരോ സിൽവറിൻ്റെ ബീഡ്സ് ഇങ്ങനെ, അതായത് സിൽവറിൻ്റെ കട്ട് ബീഡ്സ് ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, നീഡിൽ നമ്പർ 12 കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക്